ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ജി എസ് ടി എന്ന് പറയാം, ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വ്യത്യാസം വന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഇതിനകത്ത് ചെയ്തിരുന്നു. അത് ഗ്രീൻ ഗ്ലോബൽ ആയിരുന്നു ചെയ്തിരുന്നത്. ഗ്രീൻ ഗ്ലോബൽ നമ്മുടെ ചാനൽ തന്നെയാണ്. അതുകൊണ്ട് പേര് ഇപ്പോൾ നമ്മൾ പുനർനാമകരണം ചെയ്തത് ഗ്ലോബൽ മലയാളി ന്യൂസാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ജി എസ് ടിയെക്കുറിച്ച് നമ്മൾ ചെയ്തിരുന്നു. ജി എസ് ടിയുടെ തോത് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 2 സ്ലാബിലുള്ളതിൻ്റെയും പെർസെൻറ്റേജ് കുറച്ച് വന്നപ്പോൾ ഇതിന് നിലവിൽ വരണം, നിയമമാകണം. 2-3 മാസം എടുക്കും വ്യാപാരികളുടെ അടുത്തൊക്കെ എത്താൻ. പക്ഷേ അപ്പോൾ നമ്മളിത് എന്തുകൊണ്ട് ഇന്ത്യക്കാരോട് ഇത് വീണ്ടും ഒരു വീഡിയോയുടെ രൂപത്തിൽ ലോക മലയാളികളോടും ഇന്ത്യക്കാരോടും കേരളീയരോടും പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ സാധനങ്ങൾ ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാവരും അറിയണം. അറിഞ്ഞാലുള്ള ഗുണം ഇന്ത്യൻ നിർമ്മിതമായ കാറുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മോട്ടോർ വാഹനങ്ങൾ, അതുപോലെ തന്നെ മെഡിസിൻ, ഇന്ത്യൻ നിർമ്മിതമായ ഒരുപാട് മെഡിസിൻ ഉണ്ട്. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, ജനൌഷധി കേന്ദ്രങ്ങളിലൊക്കെ ധാരാളമായി കിട്ടുന്നുണ്ട്. കാരുണ്യ മെഡിക്കൽസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ ഈ സംവിധാനങ്ങൾ വരുന്ന മെഡിസിൻസ്, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ നമ്മുടെ കയറ്, കൈത്തറി, കശുവണ്ടി, ഇപ്പോൾ ബാലവരം കൈത്തറി, ഇതെല്ലാത്തിനും വില കുറയും. പക്ഷേ നമുക്കൊരു ശീലം കൂടെ ആവശ്യമുണ്ട്. നമ്മൾ എല്ലാം പാശ്ചാത്യ സാധനങ്ങളെ വാങ്ങൂ, അല്ലെങ്കിൽ ചൈനയുടെ സാധനങ്ങളെ, സിംഗപ്പൂരിൻ്റെയും ജപ്പാനിൻ്റെ സാധനങ്ങളെ വാങ്ങൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കാര്യമില്ല, ഇതിനകത്ത് കാര്യമില്ല. അതുകൊണ്ട് പരമാവധി ഇന്ത്യൻ വോക്കൽ ഫോർ ലോക്കൽ, അതായത് പ്രാദേശിക കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ശബ്ദിക്കാം. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, സ്വയം സഹായ സംഘത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് വീട്ടമ്മമാർ, ഇപ്പോൾ അംഗനവാടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ, അതുപോലെ ആശാ വർക്കേഴ്സായിട്ടുള്ളവർ, പാർട്ട് ടൈം, ഒരുപാട് പിക്കിൾസ്, അതുപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. അതുപോലെ ജി എസ് ടി ഉള്ളതല്ല, പക്ഷേ ജി എസ് ടി ഉള്ള സ്ഥാപനങ്ങളുമുണ്ട്. ജി എസ് ടി ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ജി എസ് ടി ഉള്ളത് അത് മേടിക്കുക. നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ പരമാവധി നമ്മുടെ നാട്ടിൽ വാങ്ങിക്കുക. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ജുബ തന്നെ രാജസ്ഥാനിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇത്തരം ജുബകൾ ധാരാളം ഉപയോഗിക്കുന്നതാണ്. കോളേജ് പഠിക്കുന്ന കാലത്ത് ഖാദിയും ഇത്തരം ജുബകൾ ഉപയോഗിക്കും. അപ്പോൾ ഇത് കുറച്ച് കടുത്ത കളർ എടുക്കുന്നത് നമുക്ക് ചാനലിൽ കുറച്ച് വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കളറുകളൊക്കെ നമ്മൾ എടുക്കുന്നത് ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്യുന്നതല്ല, എടുക്കുന്നത് നമ്മളൊരു 400-500 രൂപ കൊടുത്ത് ഒരെണ്ണം മേടിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നത്. ബാലരാമപുരം കൈത്തറിയും അതുപോലെ തന്നെ. ബാലരാമപുരത്തൊക്കെ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് ധാരാളം ആളുകളാണ് കൈത്തറി കൊണ്ട് ജീവിക്കുന്നത്. പലതും പട്ടിണിയിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടത് പ്രോത്സാഹിപ്പിച്ചുകൂടാ? ഖാദി എന്ന് പറഞ്ഞാൽ തന്നെ അന്നം തരൂ, ആഹാരത്തിനുള്ളത് തരൂ എന്നാണ്. ഖാദി എന്നാണ് പറയുന്നത്. ആഹാരത്തിനുള്ളത് തരൂ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് പ്രോഡക്റ്റുകളാണ്. സാമ്പ്രാണിത്തിരി മുതൽ ഷർട്ട് മുതൽ പാൻറ്റ്, ജുബ്ബ, 100 കണക്കിന് പ്രോഡക്റ്റാണ് ഖാദിയിൽ ഉണ്ടാകുന്നത്. അതെല്ലാം നമ്മൾ വാങ്ങണം. ജി എസ് ടി ഉള്ള ഏതൊരു സാധനം നിങ്ങൾ വാങ്ങിയാലും തീർച്ചയായിട്ടും അതിന് വലിയ വിലക്കുറവ് കിട്ടും. അങ്ങനെ ഭാരതീയനാവുക നമുക്കെന്ന് പറയുന്ന ഒരു ജോലിയുണ്ട്. നമ്മളെപ്പോഴും ദേശത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ വേവലാതിപ്പെടുകയും നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കിടക്കുകയാണെന്ന് പരിതപിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ മാറ്റാൻ, അന്യൻ്റെ അടുപ്പിലെ പുക അല്ലെങ്കിൽ തീ കെടാതിരിക്കാൻ, അല്ലെങ്കിൽ അടുപ്പൊന്ന് പുകയാൻ അല്ലെങ്കിൽ കത്താൻ നമ്മുടെ ഒരു സാധനം വാങ്ങലും കൂടി കാര്യമാകും. ജി എസ് ടി കുറച്ചതുകൊണ്ട് നമ്മൾ വാങ്ങുക. പരമാവധി ഇന്ത്യൻ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള സാധനങ്ങൾ മേടിക്കുക. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൻ്റെ ഒരു സ്വകാര്യ ഉദാഹരണമാണ്, പറയാതിരിക്കാൻ കഴിയില്ല. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ദുബായിലായിരുന്നു ദീർഘകാലം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ വരുമ്പോഴെല്ലാം അദ്ദേഹം നല്ല ലുങ്കിയും കൈലിയും ധാരാളം തുണിത്തരങ്ങൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ദുബായിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊക്കെ അത്തരം വസ്ത്രവും ലുങ്കിയൊക്കെ ഉടുത്ത് കയ്യിലേക്ക് കൊടുത്ത് പുറത്ത് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ ജപ്പാൻ്റെ അവൻ്റെ ചേട്ടൻ കൊണ്ട് കൊടുത്തതാണ്, ജപ്പാൻ്റെയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ. പക്ഷേ ഒന്നുമല്ല, അത് ഇന്ത്യയുടെയാണ്. അപ്പോൾ ഞങ്ങൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന്, പക്ഷേ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമായിരിക്കും, ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി സാധനം. അപ്പോൾ ജ്യേഷ്ഠനോട് ചോദിക്കുമ്പോൾ ജ്യേഷ്ഠൻ പറയും, ഞാൻ ദുബായിലായാലും ഇന്ത്യൻ സാധനങ്ങളെ കൂടുതൽ വാങ്ങുകയുള്ളൂ. ഏറ്റവും ഒരു ഇന്ത്യൻ സാധനം ഇല്ലെങ്കിലേ മറ്റൊരു സാധനം ദുബായ് ഷോപ്പിംഗ് മാളുകളിൽ നിന്ന് വാങ്ങാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ലുങ്കിയിലൊക്കെ ഇന്ത്യ എന്നുള്ള ഭാഗം ചുരണ്ടിക്കളയും ആളുകളെ പറ്റിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന വികാരം വളരെ വലിയ വികാരമാണ്. അത് നമുക്ക് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാൻ ഒരു സുവർണ അവസരമുണ്ട്. ജി എസ് ടി കുറഞ്ഞതിലൂടെ എല്ലാവരും ഭാരതത്തിൻ്റെ സാധനങ്ങൾ വാങ്ങുക. നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ ലോകത്തിലെ നന്നായി ജീവിക്കട്ടെ. എല്ലാ വീടുകളിലും അടുപ്പ് കത്തട്ടെ.